ഇസ്ലാമിക ചരിത്രത്തിൽ AD 680 അരങ്ങേറിയ ദുഃഖകരമായ കർബല സംഭവത്തെ തുടർന്ന് രക്തസാക്ഷിയായ പ്രവാചക പൗത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന മഖബറ തേടിയാണ് ഈ യാത്ര. പഴയ കെയ്റോ നഗരത്തിലെ ലോകപ്രശസ്തമായ അൽ അസ്ഹർ മസ്ജിദിന് എതിർവശത്തായി സ്ഥിതി ചെയ്യുന്ന ഇമാം ഹുസൈൻ മസ്ജിദിലാണ് ഈ മഖബറ സ്ഥിതി ചെയ്യുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെയും സച്ചരിതരായ 4 ഖലീഫമാരുടെയും കാലശേഷം മുആവിയ ഇസ്ലാമിലെ ഖലീഫയായതോടുകൂടി ഇസ്ലാമിക ഖിലാഫത്ത് രാജഭരണത്തിലേക്ക് വഴിമാറി. മുആവിയയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ യസീദ് ഭരണമേറ്റെടുത്തതോടെ പാരമ്പര്യ ഭരണത്തിനെതിരെ ജനവികാരം ശക്തമായി. ഇസ്ലാമിക മൂല്യങ്ങൾക്ക് നിരക്കാത്തതും അനീതി നിറഞ്ഞതുമായ ഭരണം നടത്തിയിരുന്ന യസീദിന് ബൈഅത്ത് ചെയ്യാൻ 4ാം ഖലീഫ അലിയുടെ മകനും പ്രവാചക പൗത്രനുമായ ഇമാം ഹുസൈൻ വിസമ്മതിച്ചു. ഡമാസ്കസ് ആസ്ഥാനമായി ഭരണം നടത്തിയിരുന്ന യസീദിനെ അവഗണിച്ച് ഇറാഖിലെ കൂഫ ആസ്ഥാനമായി പുതിയ ഖിലാഫത്ത് സ്ഥാപിക്കാൻ ജനങ്ങൾ ഇമാം ഹുസൈനെ കൂഫയിലേക്ക് ക്ഷണിച്ചു. അനീതി നിറഞ്ഞ ഭരണത്തിനെതിരെ പോരാടുക എന്നത് തന്റെ മതപരമായ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിയ ഇമാം ഹുസൈൻ ഈ ക്ഷണം സ്വീകരിച്ച് മക്കയിൽ നിന്ന് സ്ത്രീകളും കുട്ടികളുമടക്കം 72 പേരടങ്ങുന്ന ഒരു ചെറു സംഘവുമായി ഇറാഖിലെ കൂഫയിലേക്ക് പുറപ്പെട്ടു. ഈ വിവരമറിഞ്ഞ് അവരെ പ്രതിരോധിക്കാൻ 1000ഓളം വരുന്ന യസീദിന്റെ സൈന്യം പുറപ്പെടുകയും കർബലയിൽ വെച്ച് അവരെ നേരിടുകയും ചെയ്തു. രക്തരൂക്ഷിതമായ ഈ പോരാട്ടത്തിൽ ഇമാം ഹുസൈനും സംഘവും അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു. ഇമാം ഹുസൈന്റെ ഭൗതിക ശരീരം ക്രൂരമായി അംഗവിച്ഛേദം ചെയ്യപ്പെടുകയും വികൃതമാക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മുഴുവനായും കർബലയിൽ അടക്കം ചെയ്യപ്പെട്ടു എന്നും അതല്ല ശിരസ്സൊഴികെയുള്ള ശരീരം മാത്രമേ കർബലയിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്നും ശിരസ് അവിടെ നിന്ന് സിറിയയിലേക്ക് എത്തിക്കുകയും ശേഷം ഈജിപ്തിലെ കെയ്റോയിൽ അടക്കം ചെയ്യപ്പെട്ടു എന്നും പറയപ്പെടുന്നു. ഇതാണ് ലോകപ്രസിദ്ധമായ അൽ അസ്ഹർ മസ്ജിദ്. ഇതിന് എതിർവശത്ത് കാണുന്നതാണ് ഇമാം ഹുസൈന്റെ മഖബറ സ്ഥിതി ചെയ്യുന്ന ഇമാം ഹുസൈൻ മസ്ജിദ്. അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസും മറ്റു അക്കാഡമിക് സ്ഥാപനങ്ങളും പരിസരത്തായി കാണാം. അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ ഈ കാണുന്ന സ്ഥാപനത്തിലാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തന്റെ ഈജിപ്തിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഞങ്ങൾ ഇമാം ഹുസൈൻ മസ്ജിദ് ലക്ഷ്യമാക്കി നടന്നു. മഖബറ സന്ദർശിക്കാനായി വിവിധ നാടുകളിൽ നിന്നെത്തിച്ചേർന്ന ധാരാളം ആളുകളെ ഇവിടെ കാണാം. മുന്നിൽ കാണുന്നതാണ് ഇമാം ഹുസൈൻ മസ്ജിദ്. വലിയ ജനക്കൂട്ടം ഇവിടെയുണ്ട്. മദീനയിലെ മസ്ജിദുൻ നബവിയുടെ മുറ്റത്ത് കാണപ്പെടുന്നത് പോലെയുള്ള തണൽക്കുടകളാണ് ഇമാം ഹുസൈൻ മസ്ജിദിന്റെ അടുത്തെത്തുമ്പോൾ ആദ്യ കാഴ്ച. എന്റെ കൂടെയുള്ളത് പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങളുടെ മകൻ അലി ഹിഷാം തങ്ങളാണ്. അദ്ദേഹം അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഹ്രസ്വകാല കോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി ഈജിപ്തിലെത്തിയതാണ്. ഈജിപ്ഷ്യൻ ഇസ്ലാമിക ചരിത്രത്തിൽ നല്ല പാണ്ഡിത്യമുള്ള അദ്ദേഹം ഈ യാത്രയിൽ എന്റെ കൂടെയുള്ളത് എനിക്ക് വലിയ അനുഗ്രഹമായി അനുഭവപ്പെട്ടു. ഇതാണ് ഇമാം ഹുസൈൻ മസ്ജിദിന്റെ ഉൾവശം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ക്ലാസിക്കൽ കൊത്തുപണികളോടെ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട് മസ്ജിദിന്റെ ഉൾഭാഗം. മുന്നിൽ കാണുന്ന പ്രവേശന കവാടത്തിനപ്പുറത്തുള്ള ഹാളിലാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് മാത്രം നിലകൊള്ളുന്ന മഖബറ സ്ഥിതി ചെയ്യുന്നത്. ഞാനും തങ്ങളും ആ ഹാളിലേക്ക് പ്രവേശിച്ചു. ഇതാണ് മഖബറ. ധാരാളം ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട്. സ്വർണം പൂശിയ കൊത്തുപണികളാൽ മഖബറയുടെ ചുറ്റുഭാഗവും പരിസരവും അലങ്കരിച്ചിരിക്കുന്നു. ലോകത്തിന്റെ ഏതു ഭാഗത്തായാലും മഖബറകളെ ചുറ്റിപ്പറ്റിയുള്ള സംസ്കാരങ്ങളെല്ലാം ഒരുപോലെയാണെന്നാണ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത്.
ചന്ദനത്തിരികൾ കത്തിച്ചും ഖുർആൻ പാരായണം ചെയ്തും പ്രാർത്ഥിച്ചും നമസ്കരിച്ചുമെല്ലാം ആളുകൾ ചുറ്റും കൂടിയിരിക്കുന്നു. ചിലരാകട്ടെ മഖബറയുടെ ചുമരിനെ തലോടുകയും ചുംബിക്കുകയുമെല്ലാം ചെയ്യുന്നു. മഖബറയുടെ സ്വൽപ്പം ഉയർന്നു നിൽക്കുന്ന ഈ ഭാഗത്താണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് നിലകൊള്ളുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ എത്തുന്ന വിശ്വാസികൾ പുണ്യം പ്രതീക്ഷിച്ചും സംഭാവനയായുമൊക്കെ മഖബറയിലേക്ക് ഇട്ടുകൊടുക്കുന്ന നാണയത്തുട്ടുകളാണിതെല്ലാം. പകൽ സമയത്ത് ഈ മസ്ജിദും തൊട്ടടുത്ത അൽ അസ്ഹർ മസ്ജിദുമെല്ലാം കാണാൻ മറ്റൊരു സൗന്ദര്യമാണ് എന്ന് തങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത വെള്ളിയാഴ്ച ജുമുഅ നമസ്കരിക്കാൻ ഈ പള്ളിയിൽ തന്നെ എത്തിച്ചേരണമെന്ന് മനസ്സിൽ തീരുമാനിച്ചു. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. ജുമുഅ നമസ്കരിക്കാൻ ഇവിടെ എത്തിയതാണ് ഞങ്ങൾ. ഇതാണ് പകൽ സമയത്തെ അൽ അസ്ഹർ മസ്ജിദിന്റെ പുറം കാഴ്ച. നിശ്ചിത സമയം കഴിഞ്ഞാൽ ഈ മസ്ജിദിലേക്കുള്ള പ്രവേശനം നിർത്തുന്നതിനാൽ ഇന്നത്തെ ജുമുഅ ഹുസൈൻ മസ്ജിദിൽ തന്നെ ആക്കാമെന്നും അൽ അസ്ഹർ മസ്ജിദിൽ മറ്റൊരു ദിവസം ജുമുഅക്ക് വരാമെന്നും തീരുമാനിച്ചു. ഇവിടെ നിന്നും എതിർവശത്തുള്ള ഇമാം ഹുസൈൻ മസ്ജിദിലേക്ക് ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അതിലൂടെ ഞങ്ങൾ ഇമാം ഹുസൈൻ മസ്ജിദ് ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഖുതുബ ആരംഭിച്ചിരുന്നു. സുന്നി ആശയത്തിലെ ഷാഫിഈ മദ്ഹബ് അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പള്ളിയിലെ ആരാധനാ കർമ്മങ്ങളെല്ലാം നിർവഹിച്ചു പോരുന്നത്. എന്നിരുന്നാലും ഷിയാ വിഭാഗത്തിൽപ്പെട്ട ധാരാളം ആളുകളും ഇവിടെ ജുമുഅയിൽ പങ്കെടുക്കാറുണ്ട്. സുന്നി വിശ്വാസികൾ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അനീതിക്കെതിരെ പോരാടി രക്തസാക്ഷ്യം വരിച്ച മഹാനായ ഒരു സ്വഹാബിയും പ്രവാചക പൗത്രനും എന്ന നിലയിൽ ആദരിക്കുമ്പോൾ ഷിയാ വിഭാഗം അദ്ദേഹത്തെ ദൈവികമായി തെരഞ്ഞെടുക്കപ്പെട്ട അവരുടെ മൂന്നാമത്തെ ഇമാമായി ബഹുമാനിക്കുന്നു. സുന്നികളും ഷിയാക്കളും ഒരുപോലെ സന്ദർശിക്കുന്ന ഈ സ്ഥലം സുന്നി ഷിയ വിഭാഗീയതയിൽ തളച്ചിടപ്പെട്ട ലോക മുസ്ലിം സമൂഹത്തിന് ഒരു ഉത്തമ മാതൃകയാണ്. وقال لهم إن رسول الله صلى الله عليه وسلم يأمركم أن تزوجوني فلانا فقال صاحب البيت نعم نزوجك ونأتمر بأمر رسول الله فزوجوه وآلفوه ولم يسألوه البينة ما قالوا له ما دليلك على هذا الكلام. ജുമുഅക്ക് ശേഷം ഇമാം ഹുസൈൻ്റെ മഖബറ സന്ദർശിക്കാനായി ആളുകളുടെ വലിയ പ്രവാഹമാണ്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ AD 680 കർബലയിൽ കൊല്ലപ്പെട്ട ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിരസ് പിന്നീട് ഫാത്തിമി ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ AD 1153 കെയ്റോയിലെ ഈ സ്ഥലത്ത് അടക്കം ചെയ്യപ്പെട്ടതായി പറയപ്പെടുന്നത്. തൊട്ടടുത്ത വർഷം AD 1154 ഖലീഫ അലി സാലിഹിന്റെ ഭരണകാലത്താണ് ഈ മസ്ജിദിന്റെ നിർമ്മാണം പൂർത്തിയായത്. ഫാത്തിമികൾ നിർമ്മിച്ചതാണെങ്കിലും പിന്നീട് മംലൂക്ക്, ഓട്ടോമൻ, ആധുനിക ഈജിപ്ഷ്യൻ നവീകരണങ്ങൾക്ക് ഈ മസ്ജിദ് വിധേയമായിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ നവീകരണം നടന്നെങ്കിലും വൈദ്യുതി അലങ്കാരങ്ങളും മാർബിൾ ഫിനിഷുകളുമെല്ലാം പൂർത്തിയായത് 20-ാം നൂറ്റാണ്ടിലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷാഫിഈ മദ്ഹബ് പിന്തുടരുന്ന ഈ മസ്ജിദിൽ ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കാനായി ധാരാളം സ്ത്രീകളും എത്തിച്ചേരുന്നുണ്ട്. മുമ്പ് രാത്രിയിൽ കാണിച്ച അൽ അസ്ഹർ മസ്ജിദിന്റെ ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന അക്കാഡമിക് സ്ഥാപനങ്ങളുടെയും അസ്ഹറിന്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസുകളുടെയുമൊക്കെ പകൽ കാഴ്ച കൂടുതൽ മനോഹരമാണ്.
തിരക്കേറിയ അൽ അസ്ഹർ സ്ട്രീറ്റിന്റെ ഇരുവശത്തുമായി ചരിത്രവും പാരമ്പര്യവും വർത്തമാന രാഷ്ട്രീയവുമെല്ലാം സമ്മേളിക്കുന്ന രണ്ട് സ്മാരകങ്ങൾ മുഖാമുഖം നോക്കി നിൽക്കുന്നത് മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇമാം ഹുസൈൻ മസ്ജിദ് സന്ദർശിച്ചതിന് ശേഷം തൊട്ടുചാരി സ്ഥിതി ചെയ്യുന്ന ഈജിപ്തിലെ പ്രശസ്തമായ ഒരു പുരാതന മാർക്കറ്റ് സന്ദർശിക്കാനാണ് ഞങ്ങൾ പോയത്. ഖാൻ അൽ ഖലീലി മാർക്കറ്റ്. പഴമയും പൗരാണികതയും നിറഞ്ഞു നിൽക്കുന്ന ഒരു മാർക്കറ്റാണിത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പഴക്കം ചെന്ന മാർക്കറ്റുകളിൽ ഒന്ന് എന്ന വിശേഷണമുള്ള ഈ മാർക്കറ്റിൽ നാട്ടുകാർക്കും ടൂറിസ്റ്റുകൾക്കും ഒരുപോലെ ഷോപ്പിംഗും ഭക്ഷണവും സംസ്കാരവുമെല്ലാം അനുഭവിക്കാൻ സാധിക്കുന്നു. 600 വർഷത്തിലധികം പഴക്കമുണ്ട് ഖാൻ അൽ ഖലീലി മാർക്കറ്റിന്. AD 1382 മംലൂക്കി ഭരണകാലഘട്ടത്തിലെ അമീറായിരുന്ന ജഹാർക്കസ് അൽ ഖലീലിയാണ് ഈ മാർക്കറ്റ് സ്ഥാപിച്ചത്. വ്യാപാരികൾക്ക് താമസിക്കാനും സാധനങ്ങൾ സൂക്ഷിക്കാനുമുള്ള സ്ഥലം എന്നർത്ഥം വരുന്ന ഖാൻ എന്ന അറബി പദത്തോട് തൻ്റെ കുടുംബനാമമായ ഖലീലി എന്ന പദം കൂടി ചേർത്ത് ഖാൻ അൽ ഖലീലി എന്ന് അദ്ദേഹം ഈ മാർക്കറ്റിന് നാമകരണം ചെയ്യുകയായിരുന്നു. ഇത് ഉമ്മു കുൽസൂം. യഥാർത്ഥ പേര് ഫാത്തിമ ഇബ്രാഹിം സയ്യിദ് അൽ ബൽത്താജി എന്നാണ്. ജമാൽ അബ്ദുൽ നാസറിന്റെ ഭരണകാലത്ത് ഈജിപ്ഷ്യൻ ദേശീയ ഐക്യത്തിന്റെ ശബ്ദമായിരുന്ന പ്രശസ്ത ഈജിപ്ഷ്യൻ ഗായിക. 1975 തൻ്റെ 71ാമത്തെ വയസ്സിൽ മരണമടഞ്ഞ ഇവർ കിഴക്കിൻ്റെ നക്ഷത്രം അഥവാ കൗക്കബുൽ ഷർക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഉമ്മു കുൽസൂം എന്നത് ഇവരുടെ കലാനാമമാണ്. ഒരു മസ്ജിദിലെ ഇമാമിന്റെ മകളായിരുന്ന ഇവർ ചെറുപ്പകാലം തൊട്ടേ ഖുർആൻ പാരായണത്തിലും മതഭക്തി ഗാനങ്ങളിലും തൻ്റെ ശ്രദ്ധേയമായ ശബ്ദ സൗന്ദര്യം കൊണ്ട് പ്രശസ്തയായിരുന്നു. ശ്രോതാക്കളെ ആത്മീയ ആവേശത്തിലെത്തിക്കുന്ന തറബ് ശൈലിയിലുള്ള ഇവരുടെ മധുര സംഗീതം ഇന്നും അറബ് ലോകം മുഴുവൻ റേഡിയോ വഴിയും അല്ലാതെയും ആസ്വദിക്കുന്നു. പിരമിഡുകളും ഫറോവമാരുമടങ്ങുന്ന പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളുടെ സുവനീറുകളും കൈത്തറി വസ്തുക്കളും കരകൗശല ഉൽപ്പന്നങ്ങളും അലങ്കാര വസ്തുക്കളും ഈജിപ്തിൻ്റെ തന്നെ സിമ്പലായ നിറമുള്ള ഗ്ലാസ് ഡിസൈനുകളോടുകൂടിയ അറേബ്യൻ ലാൻറ്റേണുകളും പരമ്പരാഗത അറബിക് ഡിസൈനുകളിലുള്ള ജ്വല്ലറികളും നാച്ചുറൽ അത്തർ പോലെയുള്ള പെർഫ്യൂമുകളും കൊണ്ട് സമ്പന്നമാണ് ഈ മാർക്കറ്റ്. പഴയകാലത്ത് സുഗന്ധവ്യഞ്ജനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളുടെയും വസ്ത്രങ്ങളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയുമെല്ലാം വ്യാപാരം ചെയ്യാനായി ഇന്ത്യ, അറേബ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നെല്ലാം വ്യാപാരികൾ എത്തിച്ചേർന്നിരുന്നതിനാൽ ഇത് അക്കാലത്ത് കെയ്റോയെ ഒരു ഗ്ലോബൽ ട്രേഡ് ഹബ്ബാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു.
200-ലധികം വർഷം പഴക്കമുള്ള അൽ ഫിഷാവി കഫേ ഇവിടെ ഏറെ ശ്രദ്ധേയമാണ്. പഴയകാലത്ത് എഴുത്തുകാരും കലാകാരന്മാരുമെല്ലാം കൂടിയിരുന്ന സ്ഥലമായിരുന്നു ഈ കഫേ. ഇന്നും ഇവിടെ ഇതുപോലെയുള്ള പരമ്പരാഗത സംഗീതങ്ങളും ഷീഷയും അറബിക് കോഫിയും എല്ലാം ആസ്വദിച്ചിരുന്ന് തദ്ദേശീയരും സഞ്ചാരികളുമടക്കമുള്ള ആളുകൾ വൈകുന്നേരങ്ങളെ നല്ലൊരു അനുഭൂതിയാക്കി മാറ്റുന്നു. പ്രശസ്ത ഈജിപ്ഷ്യൻ നോവലിസ്റ്റായിരുന്ന നുഗൈബ് മഹ്ഫൂദിന്റെ നോവലുകളിൽ ഈ മാർക്കറ്റ് ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്നത് കാണാം. അദ്ദേഹം ഈ മാർക്കറ്റിലെ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു. ഒട്ടോമൻ കാലം മുതൽ ആധുനിക കാലം വരെ ചില ഭാഗങ്ങളെല്ലാം പുതുക്കി നിർമ്മിച്ച് നിരവധി നവീകരണങ്ങൾക്ക് ഈ മാർക്കറ്റ് വിധേയമായിട്ടുണ്ടെങ്കിലും പഴമയുടെ ഭംഗി ഒട്ടും ചോരാതെ ഇന്നും ഇത് നിലനിർത്തിപ്പോരുന്നു എന്നുള്ളതാണ് കൗതുകം. ഖാൻ അൽ ഖലീലി മാർക്കറ്റ് ഈജിപ്തിൻ്റെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണമാണ്. ചരിത്രവും സംസ്കാരവുമെല്ലാം ഒരുമിക്കുന്ന ഒരു പഴയ ഇസ്ലാമിക ലോകത്തിൻ്റെ അനുഭവം ഇതിലൂടെ നടക്കുമ്പോൾ ലഭിക്കുന്നുണ്ട്. അതെല്ലാം ആസ്വദിച്ചും അനുഭവിച്ചും ഞാനും തങ്ങളും നടത്തം തുടർന്നു.